ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസം നിനക്ക് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ വിവാഹിതർക്ക് കർത്താവിൻ്റെ ഒരു ഉപദേശം പ്രത്യേകമായിട്ട് ചേർത്ത് വയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 6 തിരുവചനം ഇപ്രകാരമാണ്: തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇനിമേൽ വിവാഹം കഴിയും, ഇനിമേൽ അവർ രണ്ടല്ല, ഒറ്റയ്ക്കാണ്, ഒറ്റ ശരീരമായിരിക്കും. പിന്നീട് ചേർത്ത് വയ്ക്കുകയാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നിത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ ഒന്നിപ്പിക്കൽ എന്ന് പറയുന്നത്. അത് മനുഷ്യനൊരിക്കലും വേർപെടുത്താനായിട്ട് പറ്റുകയില്ല. രണ്ടാമതായിട്ട്, ഇനി രണ്ട് ചിന്താഗതികളല്ല, ഇനി രണ്ട് തരത്തിലുള്ള മൂഡുകളല്ല, ഇനി രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല, ഒന്നു ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, ഒന്നു ചേർന്നുള്ള ജീവിതം, ഒന്നു ചേർന്നുള്ള പ്രോത്സാഹിപ്പിക്കൽ, കൊടുക്കലും വാങ്ങലും, സ്നേഹം പങ്കുവയ്ക്കൽ, ഒന്നായിട്ട് നിലനിൽക്കുക. അതാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക. വിവാഹിതരായ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. കുറവുകളോ കുറ്റങ്ങളോ പോരായ്മകളോ ഒക്കെ ഉണ്ടാകാം, പക്ഷെ നിങ്ങൾ ഒന്നായിട്ട് ദൈവസന്നിധി നിൽക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വിവാഹം കഴിക്കാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളെക്കുറിച്ചുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതികളാണ്. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കൂട്ടായ്മ ഉണ്ടാക്കുവാൻ വേണ്ടി, ആയിരിക്കുന്നിടത്ത് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി, ആയിരിക്കുന്നിടത്ത് പ്രോത്സാഹനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ദൈവത്തിന് ആയിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ പകരം നിൽക്കണം. ദൈവിക പദ്ധതികളെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുകയും വേണം. അത് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന വ്യക്തിയെ സമർപ്പിക്കുകയാണ്. എപ്പോഴും നിൻ്റെ പദ്ധതികൾ പൂർത്തീകരണത്തിനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട്, എപ്പോഴും കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട്, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഈ വ്യക്തിക്ക് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആപത്തപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിൻ്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വ